ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി തക്കാളിയും മുട്ടയും കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ മീഡിയം പഴുപ്പുള്ള ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. ഇപ്പൊ ഞാൻ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഞാൻ എടുക്കുന്നത് ഈ ഒരു തക്കാളിയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വന്ന ചോറാണ്. ചൂട് ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു തക്കാളി മാത്രം മതി. ഇതിന്റെ കൂടെ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിന്റെ അളവ് വ്യത്യാസം വരും. ഇപ്പൊ ഇത് ഞാൻ നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവില് കടലമാവാണ്. ഈ ഒരു കടലമാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു തക്കാളി നമ്മൾ അരച്ചൊഴിച്ചപ്പോൾ കുറച്ചൊരു പുളിപ്പും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളകി കിട്ടും. നേരത്തെ തന്നെ ഉപ്പൊക്കെ നമ്മൾ തക്കാളി അരച്ചെടുക്കുമ്പോൾ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കറക്റ്റാണ്. ഇതിലേക്ക് വേറെ വെള്ളവും ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു മാവ് ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്. കുറച്ച് കട്ടിയായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇപ്പൊ ഞാനിതാ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഞാൻ ഇതുപോലൊരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഞാൻ ഇതുപോലെ ഒരു പൈപ്പിൻ ബാഗിലേക്ക് ഈ ഒരു ഷേപ്പിലുള്ള നോസിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന്റെ അച്ചിൽ മാവ് നിറച്ച് ഇതുപോലെ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവ് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ വെച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. ഇത് വെന്തതിന് ശേഷം നമുക്കിത് പൊടിച്ചിട്ട് കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിലും ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. എളുപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഒട്ടും എണ്ണ കുടിക്കുകയില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഈ ഒരു ഷേപ്പിലും കൂടെ ഞാനിത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒട്ടും തന്നെ ഒരു ഷേപ്പും ഇല്ലാതെ ഇതുപോലെ മാവ് വെറുതെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാലേ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതും കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരുമൊരാന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടാറിയതിനു ശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ എയർടൈറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 ആഴ്ചയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മൊരുമൊരാന്ന് എടുത്ത് കഴിക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.